ഹലോ ഫ്രണ്ട്സ്, വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് എക്സസൈസ് 7.5 ആണ്. +2 മാത്തമാറ്റിക്സിലെ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 7ാമത്തെ ചാപ്റ്ററിലെ 5ാമത്തെ എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയുള്ള എക്സസൈസുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാണാത്ത ആളുകൾ വീഡിയോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ അവൈലബിൾ ആണ്, പോയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രേറ്റ് ദ റേഷണൽ ഫങ്ഷൻസ് ഇൻ എക്സസൈസ് 1 to 21. അപ്പോൾ ഇതിനകത്ത് 21 വരെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ശ്രദ്ധിക്കണം. അപ്പം ഇവിടെ ഇതിനകത്ത് മിക്ക എക്സസൈസിലും തന്നിട്ടുണ്ട് 2 ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യണം. അപ്പോൾ അതെന്തായാലും അങ്ങനെ ഒരു അങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻ എക്സാമിന് വരും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വെക്കണം. മനസ്സിലാവുണ്ടോ? അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ എഴുതി പഠിക്കുകയൊക്കെ ചെയ്യുക. ചിലപ്പോൾ ഫസ്റ്റ് പാർട്ട്, അതായത് കുറവ് മാർക്കിന് ചോദിക്കും, 1 മാർക്ക് 2 മാർക്കിന് അങ്ങനെയൊക്കെ ചോദിക്കും ചിലപ്പോൾ. കേട്ടോ, കുറേ വർഷമായി പരീക്ഷ എഴുതിയിട്ട്, അപ്പോൾ അറിയില്ല ഇപ്പോഴത്തെ മോഡൽ എങ്ങനെയാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ x/x+1. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എക്സ് ഡിവൈഡ് ബൈ x+1 ഇൻറ്റു x+2 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിന് തൊട്ട് മുമ്പുള്ള സെക്ഷൻ വരുന്നത്? ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷനാണ് എന്താ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് റേഷ്യോ ഫോമിൽ 2 പോളിനോമിയൽസ് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിനെ റേഷണൽ ഫങ്ഷൻസ്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ഫോം 7.2 എന്ന് പറയുന്ന ടേബിൾ. അപ്പോൾ നിങ്ങൾ അത് എടുത്ത് നോക്കുക. അപ്പോൾ അതിനകത്ത് അങ്ങനെ ആ ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് റേഷണലായി തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്കതിനെ എങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻസ് ആക്കിയിട്ട് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം? അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആ പാർഷ്യൽ ഫ്രാക്ഷനിലെ ഫോമിൽ കിടക്കുന്ന സാധനത്തിന് എന്താണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ആൻസർ കണ്ടെത്താം. അപ്പോൾ എന്താ വെച്ചെങ്കിൽ വല്ലാത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് എന്താണ് പ്രോപ്പർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്താ പറയുക, ആ റേഷണൽ ഫംഗ്ഷൻ ഒന്നുമില്ല, നമുക്ക് എന്താണ് ഇപ്പോൾ എന്താ കിടക്കുന്ന താഴെ കിടക്കുന്നുള്ള അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എന്തായിരിക്കണം, അത് എപ്പോഴും ഹയർ പവർ ആയിരിക്കണം. അതിനെ നമുക്ക് എന്താണ് പ്രോപ്പർ എന്ന് വിളിക്കാം. അതർവൈസ് എന്താണ് അത് ഇംപ്രോപ്പറാണ്. അപ്പോൾ ഇംപ്രോപ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിനെ റെഡ്യൂസ് ചെയ്യണം. മോഡലുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം. ഇപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതൊരു പ്രോപ്പർ എന്താ നമുക്ക് അറിയാലോ, ലൈക്ക് ഫ്രാക്ഷൻ അൺലൈക്ക് ഫ്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ ഒരു ഫോം, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ പ്രോപ്പർ ഫ്രാക്ഷൻ ഒക്കെ. അപ്പോൾ അതുപോലെ 1/2 എന്ന് പറയുന്നത് പോലെ തന്നെ 1/2 ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ 3/2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ആ 3നെ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. അതായത് 2 + 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്ത് വരും? നമുക്ക് 1 + 1/2 എന്ന് വരും. അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഇവിടെ p(x) ഡിവൈഡ് ബൈ q(x) എന്ന് തന്നിട്ട്, അപ്പോൾ അതിന് നമുക്ക് എന്താണ് ഇഫ് p(x) ഈസ് എന്താണ്, അപ്പോൾ ഈ തന്നിട്ടുള്ളൊരു ഇംപ്രോപ്പർ റേഷണൽ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ p(x)ൻ്റെ പവറാണ് q(x)ൻ്റെ പവറിനേക്കാൾ ഹയർ എങ്കിൽ നമുക്ക് എന്തിനാണ് അതിനെ t(x) + p(1)(x) ഡിവൈഡ് ബൈ q(x) എന്ന് എഴുതാം. എന്നിട്ട് അതിൽ അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 1 + 1/2 എന്ന്. അപ്പോൾ 1/2 എന്ന് പറഞ്ഞാൽ അതെന്തായി? അത് പ്രോപ്പർ ആയില്ലോ. അപ്പോൾ അതുപോലെ ഇവിടെ p(1)(x) ബൈ q(x) എന്ന് പറയുമ്പോൾ അത് പ്രോപ്പർ ആയിട്ടുണ്ട്. ആ പ്രോപ്പറിനെ എന്താണ്, ആ പ്രോപ്പർ ഫോം ഓഫ് റേഷണൽ ഫംഗ്ഷനെ നമുക്ക് എന്താണ് ആ പാർഷ്യൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് ആ ഒരു പോയിന്റ് എന്ത് ഇംപ്രോപ്പറും പ്രോപ്പറും എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. കാരണം ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് ജസ്റ്റ് തന്നിട്ടുള്ള ഫോമിൽ റാഷണൽ ഫോമിൽ നിന്ന് പാർഷ്യൽ ഫോമിലേക്ക് മാറ്റാനേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഇപ്പോൾ നമുക്ക് എക്സാമ്പിളിൽ ഒരു ക്വസ്റ്റ്യനെ അങ്ങനെ മീൻസ് എന്താണ് തിരിച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈ ടെക്സ്റ്റിൽ കുറവായിരിക്കും. പക്ഷേ എങ്ങനെ ഇത് ചോദിച്ചാൽ കഴിഞ്ഞാലോ മനസ്സിലാവുണ്ടല്ലോ. ഒന്നുമില്ല, ജസ്റ്റ് എന്താണ് അതിനൊന്ന് കൺവേർട്ട് ചെയ്തിട്ട് ഈ പ്രോപ്പർ റേഷണൽ ഫംഗ്ഷനായിട്ട് എഴുതിയിട്ട് എന്താ ചെയ്യണം, അതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ കണ്ടെത്തി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അത്രേ വേണ്ടുള്ളൂ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യാൻ നോക്കാം. x/x+1 ഇൻറ്റു x+2. x/x+1 ഇൻറ്റു x+2. ഇവിടെ ഒരു dx ഇൻ്റഗ്രൽ. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൻ്റെ ആരാണ്? x ഡിവൈഡ് ബൈ x+1 ഇൻറ്റു x+2 ആണ്. നമുക്ക് എന്താണ് അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? ആദ്യം ഇതിനെ പുറത്തെടുത്ത് എഴുതാണ് വേണ്ടത്. ഇപ്പോൾ തന്നിട്ടുള്ളത് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലല്ല, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ x/x+1 ഇൻറ്റു x+2 വിച്ച് ഈസ് ഈക്വൽ ടു a/x
എന്താണ് എക്സ് പ്ലസ് വൺ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്താ ആ ഡിനോമിനേറ്ററിനൊന്ന് സെപ്പറേറ്റ് ചെയ്താൽ മതി. ബി ബൈ എക്സ് പ്ലസ് ടു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ എടുത്തിട്ട് ഇതിനെ ഇതിനെ ത്രൂ ഔട്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും എന്ന് വെച്ചാൽ അതിനെ ടോട്ടലി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഇത് ക്യാൻസലായി പോകും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, ഇതിനകത്ത് അതായത് നമ്മൾ അറിയാൻ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് ടു ആണ് ചെയ്യുന്നത്, ഇൻറ്റു എ ആണ് ചെയ്യുന്നത്. അപ്പോൾ എയുടെ ഡിനോമിനേറ്ററിൽ എക്സ് പ്ലസ് വണ്ണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ എക്സ് പ്ലസ് വണ്ണും ഈ എക്സ് പ്ലസ് വണ്ണും ക്യാൻസലായി പോയിട്ട് എ ഇൻറ്റു എക്സ് പ്ലസ് ടു പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് വണ്ണ് വരും. ഇവിടുത്തെ ഇവിടെ എക്സ് പ്ലസ് ടു കിടക്കുന്നുണ്ട്, ഇവിടെ ഡിനോമിനേറ്ററിൽ എക്സ് പ്ലസ് ടു ഉണ്ട്. അപ്പോൾ അത് രണ്ടും ക്യാൻസലായി പോയിട്ട് എക്സ് പ്ലസ് വൺ എന്ന് വരും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഈ ഫോമിൽ ആയി കഴിഞ്ഞാൽ ഇവിടെ ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ എൽസിഎം എടുത്തിട്ട് എൽസിഎം എടുത്തത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ എക്സ് പ്ലസ് ടു പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് വൺ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് ടു എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് ടു ആണ്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് പ്ലസ് ടു പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് വൺ എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ ചെയ്താൽ മതി. മനസ്സിലാവുണ്ടോ? നമ്മൾ ഇവിടെ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ അറിവുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെക്കാളും കൂടുതൽ അറിവുള്ള കുട്ടികളായിരിക്കും. മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങളെന്താണ് അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി നമുക്ക് എക്കും ബിക്കും വില കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിനും മീൻസ് എക്സിനുണ്ടല്ലോ ഇത് 0 ആയി പോകണം. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ 2 ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു -2 ഇട്ട് കൊടുത്താൽ മതി. എക്സിന് -2 എന്ന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാർട്ട് 0 ആയി പോകും. അപ്പോൾ നമുക്ക് ഈ ബിയുടെ വില കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടെക്സ്റ്റിൽ പറയുന്ന മെത്തേഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ടെക്സ്റ്റിൽ പറയുന്ന മെത്തേഡ് എന്നല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ്, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. അതായത് എ എക്സ് പ്ലസ് 2a പ്ലസ് ബി എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു എക്സ്. ഇനി എന്താണ് ചെയ്യുക, അതിനകത്ത് എക്സിൻ്റെ കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് ഇൻറ്റു എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു, ഇവിടെ ആരാണ്, ഇവിടെ എക്സ് കിടക്കുന്നത്, എക്സ് ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി അടുത്തത് ഇവിടെ ആരാ കിടക്കുന്നത്, 2a കിടക്കുന്നുണ്ട് പ്ലസ് ബി കിടക്കുന്നുണ്ട് ഈസ് ഈക്വൽ ടു 0 ആണ്. കാരണം ഇവിടെ കോൺസ്റ്റൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, രണ്ട് സംഭവങ്ങൾ കിട്ടി, 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി അഗൈൻ നമുക്ക് വാല്യൂ കൊടുക്കണം. മനസ്സിലുണ്ട്? അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം ജസ്റ്റ് മറ്റേ എക്സിനും എക്സുകൾക്കുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് എ ഇൻറ്റു എക്സ് പ്ലസ് ടു ദെൻ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് വൺ ഉണ്ടല്ലോ, ഇതിന് ഡയറക്റ്റ് വില കൊടുത്താൽ മതി. അതായിരിക്കും എളുപ്പം, അതാണ്. മനസ്സിലാവുണ്ടോ? പക്ഷെ ഇങ്ങനെയും ചെയ്യാം. ചില സിറ്റുവേഷൻസിൽ ഈ മെത്തേഡും കൂടി യൂസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ 3 കോൺസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ. അപ്പോൾ നമ്മൾ ഇവിടെ എക്സ് ഈക്വൽ ടു ഇങ്ങനെ എഴുതുക. അപ്പോൾ എക്സ് ഈക്വൽ ടു -2, എക്സ് ഈക്വൽ ടു -2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആവും. അപ്പോൾ ഇതെന്താവും, ഇത് മൈനസ് ബി ഈസ് ഈക്വൽ ടു ഇവൻ എന്താ വില കൊടുക്കേണ്ടത്, -2. അപ്പോൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബി ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, നമുക്ക് 2 എന്ന് കിട്ടി. ഇനി എന്താ വേണ്ടത്, ഇനി പുട്ട് എക്സ് ഈക്വൽ ടു പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു -1 എന്ന് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ 0 ആയി പോവും. ഇവൻ എന്താവും, ഇവൻ എ ഈസ് ഈക്വൽ ടു മീൻസ് ഇവിടെ -1 കൊടുത്തു കഴിഞ്ഞാൽ 2 - 1 1 ആവും. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എന്തെന്നാണ്, -1 എന്ന് കിട്ടും. മനസ്സിലായോ? സിമ്പിളാണ്, ഇത്ര ഉള്ള പരിപാടി. അപ്പോൾ നമുക്ക് എ ഈസ് ഈക്വൽ ടു -1 എന്ന് കൊടുക്കാം. ഇനി അപ്പോൾ നമ്മുടെ തന്ന ഇൻറ്റഗ്രൻറ്റിനെ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, എക്സ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, എ ബൈ എക്സ് പ്ലസ് 1. അപ്പോൾ എ -1 ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി 2 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2 ഇങ്ങനെ എഴുതുക. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ -1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റഗ്രൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്, മൈനസ് ലോഗ് എക്സ് പ്ലസ് 1 എന്ന് കിട്ടും. ഇവിടെ പ്ലസ് 2 ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 2 എന്ന് കിട്ടും.
പിന്നെ എന്താണ് നമുക്കിതിനായി എന്താ x+2 നമുക്ക് എങ്ങനെ എഴുതാം log x+2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം പ്ലസ് അല്ലെങ്കിൽ വേണ്ട ഇവിടെ മൈനസ് ലോഗ് x+1 എന്ന് എഴുതാം. അപ്പോൾ ഇതെന്തായി ലോഗ് a മൈനസ് ലോഗ് b എന്നുള്ള ഫോമില്ല. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം ലോഗ് a മൈനസ് അല്ല മീൻസ് a/b എന്ന് എഴുതാം. അപ്പോൾ എന്താ വരിക ലോഗ് x+2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ x+1 പ്ലസ് സി ഇൻ്റഗ്രൽ ആയതുകൊണ്ട് പ്ലസ് സി. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ കിട്ടിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 1 ഡിവൈഡ് ബൈ x² മൈനസ് 9 എന്നാണ്. അപ്പോൾ ഇത് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇപ്പോൾ ഇതിനകത്ത് എന്താ വരുന്നത് ഇവിടെ ഇപ്പോൾ പോളിനോമിയൽ മീൻസ് എന്താണ് നമുക്ക് ന്യൂമറേറ്ററിൽ പോളിനോമിയലൊന്നും കിടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു തന്നിട്ടുള്ള 5 ഫോമിൽ എന്താണ് ഈ ഒരു ഫോം മീൻസ് എന്താണ് തന്നിട്ടുള്ള റേഷണൽ ഫോമിലല്ല ഈ കിടക്കുന്നത് ഈ ഒരു ഫംഗ്ഷൻ കിടക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ നമുക്ക് തന്നിട്ടുള്ള px/q മീൻസ് px+q ഡിവൈഡ് ബൈ x മൈനസ് a ഇൻറ്റു x മൈനസ് b ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ a/x മൈനസ് a പ്ലസ് b/x മൈനസ് b വെച്ച് ചെയ്യും. ദെൻ px+q ഡിവൈഡ് ബൈ x മൈനസ് a² ആണെന്നുണ്ടെങ്കിലോ അപ്പോൾ നമുക്കെന്താ a/x മൈനസ് a പ്ലസ് b/x മൈനസ് a ദ ഹോൾ സ്ക്വയർ വെച്ച് ചെയ്യും. അപ്പോൾ അതുപോലെ എന്താണ് 5 ഫോംസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ 5 ഫോമിലും പെടാത്ത ഒരാളാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇവനെ നമുക്ക് എങ്ങനെയാണ് കൺസിഡർ ചെയ്യാം 1/x² മൈനസ് a² എന്ന് എഴുതാം. കാരണം ഇപ്പോൾ 9നെ നമുക്ക് എങ്ങനെ 3² എന്ന് എഴുതാം. അപ്പോൾ എന്താ വരിക x² മൈനസ് 3² എന്ന് എഴുതാം dx. അപ്പോൾ എന്താണ് ഇവനിപ്പോൾ എന്തായിട്ടുണ്ട് ഇതിൻ്റെ ഇത് എന്താ മീൻസ് ഇൻ്റഗ്രൽ എന്താ വരിക നമുക്ക് ഇതിൻ്റെ മുമ്പത്തെ സെക്ഷനിൽ പഠിക്കാനുണ്ടായിരുന്നു. എന്തൊട്ടെന്നാണ് സം പെർട്ടിക്കുലർ ഫങ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽ. അപ്പോൾ അതെന്താണ് അതെന്താ 1/2a ഇൻറ്റു ലോഗ് എന്താ വരിക ആദ്യം x മൈനസ് a/x പ്ലസ് a ആണ് വരിക അല്ലേ. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ഇവിടെ ഇപ്പോൾ ആരാണ് a വരുന്നത് 3 ആണ് വരുന്നത്. അപ്പോൾ 1/6 ഇൻറ്റു ലോഗ് x മൈനസ് 3 ഡിവൈഡ് ബൈ x പ്ലസ് 3 എന്ന് വരും പ്ലസ് സി. അതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. എന്താണ് നമുക്ക് തന്നിട്ടുള്ള ഒരു ഫോമിലും അല്ല ഇയാൾ കിടക്കുന്നത്. എന്താണ് ഇയാൾ പഴയ ആ ഒരു ഫോമിലാണ് ഈ ഒരു ഫങ്ഷൻ കിടക്കുന്നത്. പക്ഷേ എന്താണ് ഇംപ്രോപ്പറാണ്. സോ നമുക്ക് എന്താണ് ഡയറക്റ്റ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് 3x മൈനസ് 1 ഡിവൈഡ് ബൈ x മൈനസ് 1 ഇൻറ്റു x മൈനസ് 2 ഇൻറ്റു x മൈനസ് 3. അപ്പോൾ 3x മൈനസ് 1 ഡിവൈഡ് ബൈ x മൈനസ് 1 x മൈനസ് 2 ആൻഡ് x മൈനസ് 3 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആടി കിടക്കുന്ന അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ഒരു ക്യൂബിക് പോളിനോമിയലിൻ്റെ 3 റൂട്ടുകളാണ്. അപ്പോൾ എന്ത് ചെയ്യണം നമുക്കെന്താണ് ഇവിടെ ഇപ്പോൾ ഇതിനെ നമുക്ക് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എന്താ വരിക x മൈനസ് 1 a/x മൈനസ് 1 പ്ലസ് b/x മൈനസ് 2 പ്ലസ് c/x മൈനസ് 3 എന്ന് എഴുതാം. ഇനി എന്താ ചെയ്യേണ്ടത് ഇനി നമുക്കെന്താണ് ഇതിനെ ക്രോസ് ചെയ്യണം അല്ലെങ്കിൽ എന്താ LCM കാണണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ വരിക a ഇൻറ്റു x മൈനസ് 2 ഇൻറ്റു x മൈനസ് 3 എന്ന് വരും പ്ലസ് b ഇൻറ്റു x മൈനസ് 1 ഇൻറ്റു x മൈനസ് 3 എന്ന് വരും പ്ലസ് c ഇൻറ്റു x മൈനസ് 1 ഇൻറ്റു x മൈനസ് 2 എന്ന് വരും വിച്ച് ഈസ് ഈക്വൽ ടു 3x മൈനസ് 1 എന്ന് വരും. ദെൻ ഇനി എന്താണ് അപ്പോൾ a എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇത് x² മീൻസ് എന്താണ് നിങ്ങൾ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യേണ്ട വരും അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. അതല്ല ഇതിൽ നിന്ന് മീൻസ് ഇത് കണ്ടാൽ തന്നെ എഴുതാൻ അറിയുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക അതായത് a ഇൻറ്റു x മൈനസ് 2 ഇൻറ്റു x മൈനസ് 3 എന്ന് പറയുമ്പോൾ എന്താ പറയുക x മൈനസ് മീൻസ് x² മൈനസ് 5x പ്ലസ് 6 എന്ന് വരും. അപ്പോൾ അങ്ങനെ ഇത് കാണാൻ പറ്റുന്നെങ്കിൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അടുത്തൊരു സ്റ്റെപ്പിൽ അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. മനസ്സിലാവും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണത് ആ സ്ക്വയർ ടേംസിനൊക്കെ കിട്ടി അതുപോലെ തന്നെ എക്സിൻ്റെ കോഎഫിഷ്യൻസ് x²ൻ്റെ കോഎഫിഷ്യൻസിന് ഇക്വേറ്റ് ചെയ്യുക എക്സിൻ്റെ കോഎഫിഷ്യൻസിന് ഇക്വേറ്റ് ചെയ്യുക കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ആളുകളെ ഇക്വേറ്റ് ചെയ്യുക. മനസ്സിലാവുണ്ട്. അപ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടും. അപ്പോൾ വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ നമുക്ക് എന്താണ് അതല്ലെങ്കിൽ നല്ല
കുറച്ചും കൂടി നല്ല ഇതാണ്, സിമ്പിളായിട്ട് കിട്ടും. ജസ്റ്റ് എന്താണ് ഇവിടുന്ന് തന്നെ അങ്ങോട്ട് ചെയ്തു പോകാൻ പറ്റും. അങ്ങനെ പോസിബിൾ അല്ലാത്ത സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഉപയോഗിക്കേണ്ടത്. ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും പറഞ്ഞപ്പോൾ ഈ എക്സിന് എന്താ പറയുക, ഈ കാണുന്ന റൂട്ട് വാല്യൂസ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ എക്സിൻ്റെ ഒരു റൂട്ടാണ് 1 അല്ലെങ്കിൽ 3 2 എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണ് നമുക്ക് ജസ്റ്റ് എന്താ ഇപ്പോൾ എ മീൻസ് ഇതിലിപ്പോൾ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസ് ആകുമ്പോൾ എ വരും, പിന്നെന്താണ് ഇവിടെ ബി വരും, പ്ലസ് എന്താണ് സി വരും. ഇനി ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ്, ഇവിടെ സ്ക്വയറിൻ്റെ ആൾ മീൻസ് സ്ക്വയർ ടേംസ് ആയിട്ട് ആരും വരുന്നില്ല. എൻ്റെ മനസ്സിലാവുണ്ടോ? പിന്നെ എന്താണ് ഇവിടെ ഞാൻ അടുത്തൊരു ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഇക്വേഷൻ ആയിട്ടുണ്ട്. അങ്ങനെ 3-4 ഇക്വേഷൻസ് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കുറച്ചും അതും നല്ലതാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് -5 എ എന്ന് വരും, ഇവിടെ ഇപ്പോൾ -4 ബി എന്ന് വരും, ഇവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ആരൊക്കെ x-1 x-2 അല്ലേ. അപ്പോൾ എന്താ വരിക -3c എന്ന് വരും ഈസ് ഈക്വൽ ടു എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ ആരാണ് 3 ആണ് കിടക്കുന്നത്. അങ്ങനെ എഴുതാം. അപ്പോൾ എന്താണ് ഇപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് ആയിട്ടുണ്ട്. ഇനി എന്താണ് തൽക്കാലം 2 ഇക്വേഷൻ മതി എന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ എന്താ ഇവിടെ ഇപ്പോൾ എന്താ വരിക, ഇതിപ്പോൾ 6 വരിക, അപ്പോൾ 6a വരും, പ്ലസ് ഇവിടെ ഇപ്പോൾ ആരാ വരിക 3b എന്ന് വരും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2c എന്ന് വരും. 2c ഈസ് ഈക്വൽ ടു ആരാണ് -1 എന്ന് വരും. ഇപ്പോൾ എന്താ മൂന്നാമത്തെ ഇക്വേഷൻസ് കൂടി കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത് നമ്മൾ, അപ്പോൾ ഇതൊക്കെ നമ്മളത് വൃത്തിക്ക് എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ എഴുതി വെക്കുക ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് എക്സ് സ്ക്വയർ, അതുപോലെ തന്നെ എക്സിൻ്റെ കോഎഫിഷ്യൻസ്, അങ്ങനെ അതൊക്കെ ജസ്റ്റ് വേണമെങ്കിൽ എഴുതി വെച്ച സൈഡിൽ, അല്ലെങ്കിൽ പിന്നെ നോക്കുമ്പോൾ മനസ്സിലാവില്ലേ. ഇനി എന്താണ്, ഇനിയാണ് നമുക്കെന്താ ഇതിനകത്ത് ഓരോ ആൾക്കാർക്ക് മറ്റെന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റൂട്ട് വാല്യൂസ് കൊടുത്തു നോക്കണം. അപ്പോൾ നമുക്ക് എന്താണ് x=2 എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പോർട്ട് x=2, അപ്പോൾ നമുക്ക് എന്താണ് ഇവൻ 0 ആവും, ഇവനും 0 ആവും. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക, b എന്തെന്ന് കിട്ടും, ഇവിടെ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആര് വരിക 2 - 1 1 എന്ന് കിട്ടും. 2 - -3 എന്താ വരിക, 2 - 3 എന്താ വരിക -1 എന്ന് വരും. അപ്പോൾ -b ആരാ വരിക, അതാ ഇവിടുത്തെ എക്സിന് നമ്മൾ ആരാ കൊടുക്കുന്നത് 2 കൊടുത്തു. അപ്പോൾ 6 മൈനസ് ആകുമ്പോൾ 5 എന്ന് വരും. ദാറ്റ് ഈസ് b -5 എന്ന് കിട്ടി. എന്താണ് b -5 എന്ന് കിട്ടി. ഇനി അടുത്ത എന്താണ്, നമുക്കെന്താണ് എ കണ്ടുപിടിക്കണം. എ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ അതിനും വേണ്ടി എന്താ ചെയ്യുക, ഇനി അപ്പോൾ എക്സിന് എന്താ ഒരു 1 ഇട്ട് കൊടുക്കുക, പുട്ട് x=1 എന്നിട്ട് കൊടുക്കുക. പുട്ട് x=1 കൊടുത്ത് ഇവിടെ എന്താ, ഇവിടെ രണ്ടാൾ പോയിട്ട് ഇതിൽ നിന്ന് ഇപ്പോൾ എന്താ വരിക, ഇവിടെ -1 വരും, -2 വരും. അപ്പോൾ 2a ഇവിടെ ഇപ്പോൾ എക്സിന് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ വരിക 3 - 1 എന്താ 2 വരും. അപ്പോൾ a=1 എന്ന് കിട്ടി. a=1 എന്ന് കിട്ടി. ഇപ്പോൾ എന്താണ് എയും ബിയും നമുക്ക് കിട്ടി. അപ്പോൾ എന്താ നമുക്ക് സി സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. നമ്മുടെ കയ്യിൽ 3 ഇക്വേഷൻസ് ഉണ്ടായില്ല, ഏതിലെങ്കിലുമൊക്കെ എയുടെയും ബിയുടെ വാല്യൂസ് ഒന്നിച്ചിട്ട് കൊടുത്താൽ നമുക്ക് കിട്ടും. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇനി എന്താണ് നമുക്ക് എന്താ ചെയ്യേണ്ടത് സി കണ്ടുപിടിക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അതാ എ എന്താ 1 ആണ്, ബി എന്താ 5 ആണ്. അപ്പോൾ 6 + c = 0 ആണ്. ദാറ്റ് ഈസ് c വേണമെങ്കിൽ -6 എന്ന് പറയാം. ഒരു തെറ്റ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ഇവൻ -5 ആണ് ടോബിക്ക്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ -4 എന്നാണ് വരിക. അപ്പോൾ c നമുക്ക് ആരാ കിട്ടുക, 4 എന്നാണ് കിട്ടുക. മനസ്സിലായോ? -5 ഇതാ -5 1 4. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ ആ ഒരു ഫോമിലേക്ക് വേണമെങ്കിൽ എഴുതാം. മീൻസ് വേണമെങ്കിൽ എന്നല്ല, സ്റ്റെപ്പ് നിങ്ങൾ എഴുതി പോകണം. ഇതിനിപ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുതാത്തതാണ്. അപ്പോൾ എന്താ വരിക 1 / x - 1 1 / x - 1 -5 / x - 2 + 4 / x - 3 അങ്ങനെ എഴുതുക. ഇപ്പോൾ അതിലെന്താ വരിക, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 / x - 1 എന്ന് പറഞ്ഞാൽ എഴുതാം. നമുക്ക് എന്താ x - 1 -5 × 1 / x - 2 + 4 × ഇൻ്റഗ്രൽ ഓഫ് 1 / x - 3. വെറുതെ എന്താണ് log x - 1 -5 × log x - 2
പ്ലസ് എന്താണ് 4 × 1 മീൻസ് എന്താണ് പറയുക 1 ഇതെന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് മൈനസ് 3 എന്ന് വരും പ്ലസ് സി. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പ്ലസ് സി ഇട്ടിട്ടില്ല തോന്നുന്നുണ്ട്, ഓർമ്മയില്ല കേട്ടോ. ഇട്ടിട്ടുണ്ട് 2 പ്രാവശ്യം സി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതാണ് എന്താ അതിൻ്റെ ആൻസർ വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊട്ടാണ് എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 × എക്സ് മൈനസ് 2 × എക്സ് മൈനസ് 3. അപ്പോൾ ഇത് ഏതാ ക്വസ്റ്റ്യൻ? ഒന്നുമില്ല, ന്യൂമറേറ്റർ മാത്രം ചേഞ്ച് ഉണ്ട്. അപ്പോൾ എന്താണ് വരിക? അപ്പോൾ നമുക്കിതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ് 3x - 1 പകരം ഇവിടെ എന്താണെന്നാണ് എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് കോഎഫിഷ്യൻസ് വരിക, അതായത് ഐയും ബിയും സിയുടെ വാല്യൂസ് എങ്ങനെ മാറണമെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യണത് യൂസ്ഫുൾ ആയിരിക്കും. മനസ്സിലാവട്ടോ? ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് വരിക? ഇതിനെ നമുക്ക് എന്താ a/x-1 പ്ലസ് b/x-2 പ്ലസ് c/x-3 എന്ന് എഴുതാം. ഇനിയിപ്പോൾ എന്താണ് വരിക? a × x-2 × x-3 പ്ലസ് b × x-1 × x-3 പ്ലസ് c × x-1 x-2 ഇസ് ഈക്വൽ ടു എക്സ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇപ്പോൾ നമുക്കെന്താണ് അതിനൊരു ഇക്വേഷൻ കണ്ടുപിടിച്ച് വെക്കണം, എന്നാലേ നമുക്കത് ലാസ്റ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒരു സുഖമല്ല, മീൻസ് ആൻസർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്കെന്താണ് 6a എന്ന് എടുക്കുക. ഇപ്പോൾ ഇവിടെ നിന്ന് ആരെയാണ് എടുക്കുക? ഇവിടെ ആരെ വരിക? രണ്ടാമത്തെ ആൾ ഡിനോമിനേറ്റർ 2 അല്ലേ, അപ്പോൾ 3a വരിക. അപ്പോൾ പ്ലസ് 3 അല്ല 4 വരിക. 4 അല്ലല്ലോ 3 എന്നല്ലേ വരിക? അതെ 3 ആണ് വരിക. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഇത് 6 വരും പ്ലസ് ഇവിടെ ഇപ്പോൾ എന്താ വരിക? ഇവിടെ ആരെ കിടക്കണം? 2 അല്ലേ, അപ്പോൾ 1 × 3 എന്ന് പറഞ്ഞാൽ 3b വരും. പിന്നെ ഇവിടെ ആരെ കിടക്കണം? ഇവിടെ 1 2 ആണ്, അപ്പോൾ എന്താ വരിക? അപ്പോൾ 2 എന്ന് വരും പ്ലസ് 2c = 0. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ കോൺസ്റ്റൻ്റ് ഇല്ല, മീൻസ് എന്താണ് ഈ ഈക്വൽറ്റിൻ്റെ പുറത്ത് എന്താണ് എക്സ് മാത്രമേ ഉള്ളൂ, കോൺസ്റ്റൻ്റ് ഒന്നും എടുക്കണില്ല. അതുകൊണ്ട് എന്താണ് ഇത് 0 ആയിട്ട് എടുത്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് എന്താണ് എക്സിന് ഇത് റൂട്ട് വാല്യൂസ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ റൂട്ട് തന്നെ റൂട്ട് വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ x = 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോവും, പിന്നെ ഇതും പോവും. അപ്പോൾ എന്താ വരിക? ബി മീൻസ് ഇവിടെ ആരെ കിടക്കണത്? x-1 x-3 ആണ് കിടക്കണത്. അപ്പോൾ 2 ആകുമ്പോൾ എന്താ വരിക? ബി എന്ന് പറയുമ്പോൾ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 വരും. 2 - 3 എന്ന് പറഞ്ഞാൽ -1 വരും. അപ്പം -b = എക്സിന് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ b = എന്താണ്? -2 എന്ന് കിട്ടും. b = -2 നമുക്ക് കിട്ടി. ദെൻ ഇനി അടുത്തത് എന്താണ്? ഇനി നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണം. അപ്പോൾ x = എന്താണ്? ഇനി 1 കൊടുത്ത് നോക്കുക. അപ്പോൾ x = 1 എന്നാ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരെ എക്സിസ്റ്റ് ചെയ്യും, വമ്പോവും. അപ്പോൾ എന്താ വരിക? 1 - 2 എന്ന് പറഞ്ഞാൽ -1, 1 - 3 എന്ന് പറഞ്ഞാൽ -2. അപ്പോൾ എന്താ വരിക? 2a = എന്തെന്നാണ്? 1 എന്ന് കിട്ടുമ്പോൾ a = 1/2 എന്ന് കിട്ടി. ഇനി അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് സി ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ a എത്രയാണ്? 1/2. അപ്പോൾ 6/2 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 3 × b എന്ന് പറയുമ്പോൾ -6 പ്ലസ് 2c = 0. ഇത് എത്ര വരിക? -3 = -2c. അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ c = എന്തെന്നാ വരിക? 3/2 എന്ന് വരും. അയ്യോ, നമ്മൾ ആരെയും മാച്ച് b = -2. അപ്പോൾ 1/2 × 1/x-1, പിന്നെ -2 × 1/x-2, ദെൻ പിന്നെന്താണ്? അയ്യോ, ആരായിരുന്നു? എന്താണ് 2c = അല്ലേ, അപ്പോൾ എന്താ വരിക?
ഓക്കെ സി ഇസ് ഈക്വൽ ടു 3. അപ്പോൾ അതെന്താ വെച്ചാൽ 1/2 ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1 വരും, -2 ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 2 എന്ന് വരും, പ്ലസ് 3/2 ലോഗ് എക്സ് മൈനസ് 3 എന്ന് വരും. ഇനിയിപ്പോൾ എന്താ വെച്ചെങ്കിൽ ഇവിടെ ഇപ്പം എന്താ ഒരാളും കൂടി ഉണ്ടല്ലോ, ഒരു സിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ എന്താണ്? 1/2 ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1 -2 ലോഗ് എക്സ് മൈനസ് 2 പ്ലസ് 3/2 ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 3 പ്ലസ് സി എന്നാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? 2x ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3x ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് താഴെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെന്നാണ്? 2x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഇൻ്റഗ്രലും ഇവിടെ ഒരു dx. സോ 1 അല്ല 2 ആണ്. അപ്പോൾ നമുക്കെന്താണ്? ഇങ്ങനെ ഒരു ഫോമിലല്ല ഇതെന്തെന്നിപ്പോൾ ഒരു എക്സ്പാൻഡ് ചെയ്ത ഫോമിലല്ല കിടക്കുന്നത്. നമുക്കെന്താണ്? റൂട്ടായിട്ടാണ് കിടക്കുന്നത്. എന്ത് ഡിനോമിനേറ്റർ നമുക്ക് റൂട്ടായിട്ടുള്ള ഫോമിൽ കിടക്കുന്നതാണ് നമുക്ക് ഇവിടെ എന്താണ് ചെയ്യാൻ മീൻസ്, അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? ആ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് നമുക്ക് എന്താ ചെയ്യുക? മറ്റേ സാധനം വെച്ച്, അതായത് സാധനമല്ല, നമ്മുടെ എന്തുട്ടാ എങ്ങനെ എക്സ് കണ്ടുപിടിക്കുക പോളിനോമിയലിൻ്റെ ആ ഫോമിൽ തന്നെ അത് ചെയ്യുക. 9 അങ്ങോട്ട് പഠിച്ച സാധനം. എക്സ് ഈക്വൽ ടു -3 പ്ലസ് മൈനസ് റൂട്ട് ഓഫ് 9 - 8 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ 3 അല്ലേ? -3 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ദെൻ -3 - 1 ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇവിടെ -2 വരും, ഇവിടെ ഇപ്പം എന്താ വരിക? -1 വരും. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു -1ഉം എക്സ് ഈക്വൽ ടു -2 കിട്ടിയിട്ടുള്ള. അപ്പോൾ ഇതിനെ നമുക്ക് എന്താ എങ്ങനെ എഴുതാം? x + 1 × x + 2 എന്ന് എഴുതാം. x + 1 × x + 2 എന്ന് എഴുതാം. ഇനി എന്താണ്? ഇതിന് നമുക്ക് എന്താണ്? a/x + 1 പ്ലസ് b/x a ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2 എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പോൾ 2x ഇസ് ഈക്വൽ ടു എന്തെന്നാ? a ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2 എന്നുള്ള ഫോമിലേക്ക് എഴുതാം. അപ്പോൾ ഇനി എന്താണ്? ഇതിനെ ക്രോസ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? a × x പ്ലസ് 2 പ്ലസ് b × x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2x എന്ന് വന്നു. മനസ്സിലായോ? ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിലെന്താണ്? a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 2 ദെൻ 2a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 0. മനസ്സിലായോ? ഇനി നമുക്ക് എന്താണ്? ഇപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്, അതങ്ങനെ വെക്കുക. 2 ഇക്വേഷൻസ് ഒന്ന് എഴുതി വെക്കുക. ഇനി അതിൽ മറ്റേ എക്സിൻ്റെ റൂട്ട് വാല്യൂ ഇട്ട് കൊടുക്കുക. x ഈക്വൽ ടു -2 എന്ന് പുട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ x ഈക്വൽ ടു -2 ദെൻ we get എന്താണ്? b is equal to -4 that is b is equal to 4 എന്ന് കിട്ടി. b is equal to എന്താണ്? b is equal to 4 എന്ന് കിട്ടി. ദെൻ ഇവിടെ ഇപ്പോൾ ഇതിന് 4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ഈ 4 ഇങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ -4 ആവും. -4 is equal to 2a where a is equal to -2. മനസ്സിലായോ? അപ്പം അങ്ങനെ കിട്ടിയില്ലേ? a is equal to -2. അപ്പോൾ -2 ഡിവൈഡഡ് ബൈ ആരാണ്? എക്സ് പ്ലസ് 1 പ്ലസ് 4 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2. അപ്പോൾ എന്താ വരിക? -2 ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1 അതിൻ്റെ ഇൻറ്റഗ്രലാണ് എഴുതുന്നത്, പ്ലസ് 4 ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 2 എന്ന് വന്നു, പ്ലസ് സി എന്ന് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതിനെ -2 ലോഗ് എക്സ് പ്ലസ് 1 വേണമെങ്കിലല്ല മോഡ് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെന്താണ്? പ്ലസ് 4 ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 2 പ്ലസ് സി എന്നാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ് മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ചെയ്ത് നോക്കാം. കുഴപ്പമൊന്നുമില്ല ചെയ്ത് നോക്കിയില്ലെങ്കിലും, ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.